ഈശോയിൽ സ്നേഹം നിറഞ്ഞ ജയ്സനജ, സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, പ്രിയ സഹോദരി സഹോദരങ്ങളെ, വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെയും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും സംയുക്തമായ പ്രധാന തിരുനാളിന് വേണ്ടി ഒരുങ്ങുന്ന ഈ പാറത്തോടിടവകയ്ക്ക് തിരുനാളിൻ്റെ മംഗളങ്ങൾ ഒത്തിരി നേരത്തെ ഒത്തിരി സ്നേഹത്തോടെ നേരുകയാണ്. പ്രധാന തിരുനാൾ ദിവസം ആശംസ അറിയിക്കാൻ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഇന്ന് തന്നെ നിങ്ങൾക്ക് തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹത്തോടെ നേരുകയാണ്. നമ്മളെല്ലാവരും തന്നെ ഒത്തിരിയേറെ തിരുനാളുകൾ കൂടിയിട്ടുള്ളവരാണ്. ഒത്തിരിയേറെ തിരുനാളുകൾ ഇനിയും കൂടാൻ ആഗ്രഹിക്കുന്നവരാണ്. തിരുനാളിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ അച്ഛന്മാരൊക്കെ ആവശ്യപ്പെടുമ്പോൾ ഒത്തിരി സന്തോഷത്തോടെ നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാകുന്നവരാണ്. എന്നിരിക്കുമെങ്കിലും ഈ തിരുനാളുകളൊക്കെയും നമ്മുടെ ജീവിതത്തിൽ അർത്ഥമാക്കുന്നത് എന്താണ് എന്ന് ചിന്തിക്കാൻ ഇന്നത്തെ സുവിശേഷവും ഈ തിരുനാളും നമ്മളെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ വായിച്ചു കേട്ടത് വിശുദ്ധ മത്തായി ശ്ലീഹയുടെ സുവിശേഷം 5-ാം അധ്യായം 38 മുതലുള്ള വാക്യങ്ങളാണ്. തിന്മയെ നന്മ കൊണ്ട് ജയിക്കുക എന്നതാണ് ഇന്ന് നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്തിന്റെ തലക്കെട്ട്. നമ്മുടെ അനുദിന ജീവിതങ്ങളിൽ ഒത്തിരിയേറെ നന്മ പ്രവൃത്തികൾ ചെയ്യുന്നവരാണ് നമ്മൾ അറിഞ്ഞും അറിയാതെയും നന്മ പ്രവൃത്തികൾ ഒത്തിരിയേറെ ചെയ്യുമ്പോഴും നമ്മുടെ ജീവിതങ്ങളിൽ തിന്മ പ്രവൃത്തികളും കൂടുതൽ ചെയ്യുന്നവരായിട്ട് ഞാനും നിങ്ങളും മാറുന്നുണ്ട്. പക്ഷേ ഈ തിന്മയെ എങ്ങനെയാണ് നമ്മുടെ വ്യക്തിപരമായ ജീവിതങ്ങളിൽ നന്മ കൊണ്ട് ജയിക്കാനായിട്ട് എനിക്കും നിങ്ങൾക്കും സാധിക്കുക? വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും തിരുനാൾ നമ്മൾ സംയുക്തമായിട്ട് ആഘോഷിക്കുമ്പോൾ ഈ രണ്ട് വ്യക്തികളുടെയും ജീവിതം നമുക്ക് ഓരോരുത്തർക്കും വലിയ മാതൃകയാണ് എന്ന് തന്നെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. തിന്മകളെ നന്മ കൊണ്ട് ജയിക്കാൻ സാധിക്കുമെന്ന് തങ്ങളുടെ ജീവിതം കൊണ്ട് പഠിപ്പിച്ച രണ്ട് വിശുദ്ധരാണ് വിശുദ്ധ യോസേപ്പ് പിതാവും വിശുദ്ധ സെബസ്ത്യാനോസ് പുണ്യവാനും. ഇവരുടെ ജീവിതങ്ങളെ പറ്റി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലെന്ന് എനിക്കറിയാം. ഒത്തിരിയേറെ തവണ കേട്ടതും ഒത്തിരിയേറെ തവണ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളതുമായിട്ടുള്ള രണ്ട് ജീവിതങ്ങളാണ് വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും. എന്നിരിക്കലും ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുമക്കൾക്ക് വേണ്ടി രണ്ടുപേരുടെയും ജീവിതത്തിന്റെ ചില പ്രത്യേകതകൾ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ യോസേപ്പ് പിതാവ് തന്റെ ജീവിതത്തില് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കേണ്ട അവസരത്തിൽ വലിയൊരു ആശയക്കുഴപ്പത്തിലൂടെ കടന്നുപോയപ്പോൾ ഏതൊക്കെ പ്രതിസന്ധികൾ കടന്നു വന്നാലും എന്തൊക്കെ പ്രശ്നങ്ങൾ തരണം ചെയ്യേണ്ടി വന്നാലും അവളെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെടാൻ ഞാൻ അനുവദിക്കില്ല, അവളെ ഞാൻ സ്വീകരിക്കുമെന്ന് ചങ്കൂറ്റത്തോടെ ഉള്ളിൽ പറഞ്ഞ് ദൈവത്തിന്റെ ആ വലിയ സാക്ഷ്യത്തിന്, ദൈവത്തിന്റെ വലിയ പദ്ധതിക്ക് തനിക്ക് വേണ്ടി തന്നെ സമ്മതം മൂടിയ വലിയൊരു വ്യക്തിയായിരുന്നു വിശുദ്ധ യോസേപ്പ് പിതാവ്. ധീരതയോടെ പ്രശ്നങ്ങളെ നേരിടാൻ വേണ്ടി തന്റെ ജീവിതത്തെ സമർപ്പിച്ച ഒരു നീതിമാനായ മനുഷ്യൻ. വിശുദ്ധ സെബസ്ത്യാനോസിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴും അദ്ദേഹവും ഒരു നീതിമാൻ തന്നെയായിരുന്നു. പടയാളികളുടെ മുമ്പിലും വാളുകളുടെ മുമ്പിലും തന്റെ വിശ്വാസം ധീരതയോടെ ഏറ്റുപറഞ്ഞുകൊണ്ട് ഒത്തിരിയേറെ അവിശ്വാസികളെ വിശ്വാസത്തിലേക്ക് നയിക്കാനും വിശ്വാസത്തിൽ ചഞ്ചലചിത്തരായിരുന്നവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കാനുമൊക്കെ തന്റെ വിശ്വാസ പ്രഖ്യാപനം കൊണ്ട് നേടിയെടുത്ത ആ ഒരു ധൈര്യ ജീവിതം നമുക്ക് ഓരോരുത്തർക്കും ഇന്നും മാതൃകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ വ്യക്തിപരമായ ജീവിതങ്ങളിൽ തിരുനാളുകൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ, കൊണ്ടാടുമ്പോൾ ഈ വിശുദ്ധരുടെ ജീവിതമാണ് നമ്മൾ ഓരോരുത്തരും ആഘോഷിക്കുന്നത് എന്ന വലിയ തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. നമ്മൾ ഇന്നായിരിക്കുന്ന ഈ കത്തോലിക്ക സഭ, നമ്മൾ ഇന്നായിരിക്കുന്ന ഈ പാറത്തോട് ഇടവക ഒക്കെ സ്ഥാപിതമായിരിക്കുന്നത് ഇതുപോലെ ജീവിച്ചു മരിച്ച ഒത്തിരിയേറെ വിശുദ്ധരുടെ രക്തത്തിന്റെ ബലത്തിലാണ്. നമ്മുടെ അനുദിന ജീവിതങ്ങളിലും ഈ വിശുദ്ധരെ പോലെ ധീരതയോടെ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് ഞങ്ങളും നിങ്ങളും. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കാനായിട്ട് എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കാൻ ഈ തിരുനാളുകൾ നമ്മളെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുക. വിശുദ്ധ സെബസ്ത്യാനോസിനെ പോലെയോ വിശുദ്ധ യോസേപ്പ് പിതാവിനെ പോലെയോ അത്രയേറെ പ്രതിസന്ധികൾ നമ്മൾ ഇന്ന് നേരിടുന്നില്ല എങ്കിൽ പോലും മറ്റുള്ളവർ ചോദ്യം ചെയ്യുമ്പോൾ ഒരു ക്രിസ്ത്യാനിയാണ് എന്ന അഭിമാനത്തോടെ ഏറ്റു പറയാൻ നമുക്കിന്ന് സാധിക്കുന്നുണ്ടോ? നമ്മുടെ ക്രിസ്തീയ ജീവിതം ധീരതയോടെ ഏറ്റുപറയാനും അത് അനുദിനം ജീവിക്കാനും എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ? പലപ്പോഴും
ക്രിസ്തീയ വിശ്വാസത്തെ കുറ്റപ്പെടുത്തുന്നവരിൽ ക്രിസ്ത്യാനികളാണ് കൂടുതലെന്ന് കണ്ടുവരുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും സങ്കടം തോന്നും. പലപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ അച്ഛന്മാരെ വഴക്ക് പറഞ്ഞും തെറി വിളിച്ചുമുള്ള പോസ്റ്റുകളുടെ കീഴിൽ, അല്ലെങ്കിൽ കത്തോലിക്ക സഭയെ, പള്ളികളെ, വിശ്വാസത്തെയൊക്കെ അവഹേളിച്ചുകൊണ്ടുള്ള പോസ്റ്റുകളുടെ കീഴിലൊക്കെ വരുന്ന കമന്റുകളിൽ ഒരു 80-90% കമന്റുകളും ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകളാണ് പോസ്റ്റ് ചെയ്യുന്നത്. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെയൊക്കെ വിശ്വാസ ജീവിതം ഇന്ന് എവിടെയാണ് എന്ന് ചിന്തിക്കാനായിട്ട് ഈ തിരുനാളുകൾ നമ്മളെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ധീരതയോടെ ക്രിസ്തുവിന്റെ വിശ്വാസം ഏറ്റുപറയേണ്ടതാം, ധീരതയോടെ ക്രിസ്തുവിന്റെ വിശ്വാസം ജീവിക്കേണ്ടതാം. ഇന്ന് ക്രിസ്തുവിനെ തള്ളിപ്പറയുന്നവരും ക്രിസ്തുവിന്റെ സഭയ്ക്കെതിരെ പൊരുതുന്നവരുമായിട്ട് മാറുന്നുണ്ട് എങ്കിൽ ഓർക്കുക, നമ്മുടെ വിശ്വാസം ഇന്ന് എവിടെയാണ്? പേരുകൊണ്ട് മാത്രം ക്രിസ്ത്യാനികളായിട്ട് ജീവിക്കുന്നവരായിട്ട് ഞാനും നിങ്ങളും എന്ന് മാറുന്നുണ്ടോ എന്ന് ചിന്തിക്കാനായിട്ട് ഈ സുവിശേഷവും ഇന്നത്തെ തിരുനാളും നമ്മളെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ്. വിശുദ്ധരുടെ തിരുനാളുകൾ നമ്മൾ കൊണ്ടാടുമ്പോൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു മാറ്റവും ഈ തിരുനാളുകൾ കൊണ്ടുവരുന്നില്ല എങ്കിൽ ഇത് വെറും ആഘോഷം മാത്രമായിട്ട് മാറുന്നു. എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഈ തിരുനാൾ ആഘോഷങ്ങൾ കൊണ്ട് കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചാൽ, പ്രിയമുള്ളവരെ, അത് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു വിശ്വാസത്തിന്റെ ആഘോഷമായിട്ട് മാറുകയാണ്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈ തിരുനാളുകൾ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരട്ടെ. ഈ വിശുദ്ധരെ പോലെ ധീരതയോടെ ജീവിക്കുവാൻ, ധീരതയോടെ നമ്മുടെ വിശ്വാസം ഏറ്റുപറയാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ ആശംസിക്കുക. രണ്ടാമതായിട്ട്, ഈ തിരുനാളുകളൊക്കെ നമ്മൾ ആഘോഷിക്കുമ്പോഴും ഈ തിരുനാളുകൾ ആഘോഷങ്ങളായി മാത്രം നിലകൊള്ളാതെ നമ്മുടെ വിശ്വാസ ജീവിതത്തെ വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കാം. ഞാൻ എൻ്റെ ഫിലോസഫി, തിയോളജിയൊക്കെ പഠിച്ചത് ബാംഗ്ലൂരാണ്. ബാംഗ്ലൂർ ഞങ്ങളുടെ സ്റ്റഡി ഹൗസിനോട് ചേർന്ന് തന്നെ ഇതുപോലെ വലിയൊരു ഇടവകയുണ്ട്. അവിടെ മലയാളികളായിട്ടുള്ള ആളുകളാണ് നമ്മുടെ ഇടവകയിൽ മുഴുവനും. അവർക്ക് തിരുനാളുകളൊക്കെ ആഘോഷിക്കാനായിട്ട് ഭയങ്കര സന്തോഷമാണ്. തിരുനാൾ ദിവസങ്ങളിൽ ഒത്തിരിയേറെ ആഘോഷ പരിപാടികൾ നടത്തുകയും വലിയ പ്രദക്ഷിണം നടത്തുകയും ഒക്കെ ചെയ്യുന്ന ഇടവകയാണ്. ഞങ്ങൾ പ്രദേശമായിരിക്കുമ്പോൾ ഞങ്ങൾ ചമ്മാച്ചന്മാർക്കും ഈ പെരുന്നാളൊക്കെ കൂടാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം സെമിനാരിയിൽ പോകുന്നതിന് ശേഷം സ്വന്തം ഇടവകയിലെ പെരുന്നാൾ കൂടാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ സെമിനാരിയോട് ചേർന്നുള്ള ഇടവകകളിലാണ് ഞങ്ങൾ പെരുന്നാൾ കൂടുക. ഒരിക്കല് ഞങ്ങളുടെ സെമിനാരിയോട് ചേർന്നുള്ള ഇടവകയില് പെരുന്നാൾ ദിനം അടുത്തു. പ്രദക്ഷിണത്തിന്റെ ദിനത്തില് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. കാരണം ചെണ്ടമേളവും ആഘോഷവും ഉണ്ട്. ഒപ്പം ഒത്തിരിയേറെ ആളുകൾ കൂടുന്ന വലിയ ഒരു അവസരമാണ്. നല്ല ഭക്ഷണമൊക്കെ കിട്ടും. അപ്പൊ ഞങ്ങൾ ചമ്മാച്ചന്മാരെല്ലാം ഭയങ്കര സന്തോഷത്തിലാണ്. പെരുന്നാളിന്റെ പ്രദക്ഷിണത്തിന് ഞങ്ങൾ പോയി തിരിച്ചു വന്നു കഴിയുമ്പോൾ പള്ളിയുടെ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് ശിങ്കാരിമേളമുണ്ട്. ചെണ്ടകൊട്ടുകാരുടെ ഒരു അവസാന കലാപരിപാടിയുണ്ട്. ആ അവസരത്തില് ഇടവക ജനങ്ങളും ഞങ്ങളെ ചമ്മാച്ചന്മാരൊക്കെ ഒരുമിച്ച് ഡാൻസ് ഒക്കെ കളിക്കും. ഞങ്ങൾ അങ്ങനെ അന്ന് ഡാൻസ് കളിച്ചു. പിന്നെ ആഘോഷമായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് സെമിനാരിയിലോട്ട് മടങ്ങി. പിറ്റേ ദിവസം തിങ്കളാഴ്ചയാണ് തിയോളജി പഠിക്കാനായിട്ട് കോളേജിൽ പോകണം. രാവിലെ സെമിനാരി ചാപ്പലില് ഞങ്ങളുടെ റെക്ടറച്ചൻ കുർബാനയ്ക്ക് വന്നു. പതിവ് പോലെ കുർബാന തുടങ്ങി. എല്ലാ ദിവസവും എന്തെങ്കിലും ചെറിയൊരു സന്ദേശം അച്ഛൻ നൽകും. അന്ന് രാവിലെ സുവിശേഷം വായിച്ചിട്ട് ഞങ്ങളോട് ചോദിച്ചു, ഇന്നലത്തെ തിരുനാൾ എങ്ങനെ ഉണ്ടായിരുന്നു? ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഒന്ന് പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, നല്ലതായിരുന്നു അച്ഛാ. അച്ഛൻ പറഞ്ഞു, പ്രദക്ഷിണവും ചെണ്ടമേളവും ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഞങ്ങൾ പറഞ്ഞു, നന്നായിരുന്നു. ചമ്മാച്ചന്മാരൊക്കെ ഡാൻസ് കളിക്കുന്നത് കണ്ടു, നന്നായിരുന്നു എന്നച്ഛൻ പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് സന്തോഷമായി. അച്ഛൻ വേറൊന്നും പറഞ്ഞില്ലോ. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിച്ചു. അത് കഴിഞ്ഞിട്ട് അച്ഛൻ ചോദിച്ചു, ഭക്ഷണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പൊ വീണ്ടും ഞങ്ങൾ ചിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് പറഞ്ഞു, നല്ല ഭക്ഷണമായിരുന്നു അച്ഛാ, ബീഫ് കറിയൊക്കെ അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് അച്ഛൻ ഞങ്ങൾ നോക്കിയിട്ട് ചോദിച്ചു, ഇന്നലത്തെ സുവിശേഷ ഭാഗം ഏതായിരുന്നു? അപ്പൊ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിച്ചു. പക്ഷെ ഉത്തരം പറയാൻ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. അച്ഛൻ പിന്നെയും ചോദിച്ചു, ഇന്നലെ പ്രസംഗം പറഞ്ഞ അച്ഛൻ പറഞ്ഞ എന്തെങ്കിലും ഒരു 2 പോയിന്റ് ആർക്കെങ്കിലും പറയാമോ? അന്നേരവും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിച്ചു. പക്ഷെ ഉത്തരവൊന്നും പറയാനുണ്ടായിരുന്നില്ല. അച്ഛൻ പറഞ്ഞു, ഞാൻ ഇനിയൊന്നും പറയുന്നില്ല, നമുക്ക് കുർബാന തുടരാൻ പറഞ്ഞു. അച്ഛൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾ കുർബാന കഴിഞ്ഞ് വീണ്ടും കോളേജിലോട്ട് പോയി. പ്രിയമുള്ളവരെ, നമ്മുടെ അനുദിന ജീവിതങ്ങളിലും മാല ബൾബുകളൊക്കെ ഇട്ട് വളരെ വർണ്ണശബളങ്ങളായ പള്ളികളും വലിയ ചണ്ടമേളങ്ങളും നല്ല ഭക്ഷണങ്ങളൊക്കെ കഴിച്ചിട്ടുള്ളൊരു തിരുനാൾ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് വെറും ഒരു ആഘോഷമാണ്.
പെരുന്നാളാണ്. പക്ഷേ തിരുനാളാകണമെങ്കിൽ നമ്മുടെ അനുദിന ജീവിതങ്ങളിൽ ആ തിരുനാൾ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണം. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തില്, വിശ്വാസ ജീവിതത്തില് തിരുനാളുകൾ മാറ്റങ്ങൾ കൊണ്ടുവരുന്നില്ലെങ്കിൽ ആഘോഷങ്ങൾ, തുള്ളിച്ചാട്ടങ്ങൾ മാത്രമുള്ള ഒരു തിരുനാളായിട്ട് അത് അവശേഷിക്കും. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന തിരുനാൾ ആഘോഷങ്ങളിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും പ്രവേശിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ വലിയ വീഴ്ച വരുന്ന ഈ കാലഘട്ടത്തിൽ പ്രിയമുള്ളവരെ, ക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കുവാൻ, മറ്റുള്ളവരുടെ മുമ്പിൽ വിശ്വാസ ജീവിതം ഏറ്റുപറയുവാൻ, ധീരതയോടെ ജീവിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ അത് നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ തകർച്ചയാണ്. അത് അച്ഛനായാലും നിങ്ങൾ സാധാരണ ആൾക്കാരാണെങ്കിലും വിശ്വാസ ജീവിതത്തിന് വലിയ തകർച്ച ഉണ്ടാകുന്നത് സാക്ഷ്യം വഹിക്കാനായിട്ട് മടിയുള്ള അവസരങ്ങളിലാണ്. നമ്മുടെ വിശുദ്ധ സെബസ്ത്യാനോസും വിശുദ്ധ യൗസേ പിതാവും ധീരതയോടെ അവരുടെ വിശ്വാസം ഏറ്റുപറഞ്ഞ അവസരത്തിൽ നമ്മൾ അവരുടെ തിരുനാളുകൾ ആഘോഷിക്കുമ്പോൾ നമ്മളും ആ ധീരതയോടെ വിശ്വാസം ഏറ്റുപറയേണ്ട വ്യക്തികളാണ്. ഇന്ന് ധീരത എന്നത് എങ്ങനെയാണ് നിർവചിക്കപ്പെടുക? ആരെങ്കിലും വഴിയിലൂടെ സ്പീഡിൽ വാഹനം ഓടിച്ചു പോകുമ്പോൾ തിരിച്ച് 4 തെറി പറഞ്ഞാല് നമ്മൾ ധീരതയുള്ളവരാണ്. വഴിയിലൂടെ പോകുന്ന ഒരാളെ കുറച്ച് മസിലൊക്കെ കാണിച്ച് 2 ഒച്ചയിട്ട് പേടിപ്പിച്ചാൽ അവൻ ഇന്ന് ധീരതയുള്ളവനാണ്. 1 പറഞ്ഞ് 2ാമത്തേന് കത്തിയെടുത്ത് കുത്തിയാല് അവൻ ഇന്ന് ധീരതയുള്ളവനാണ്. കുറച്ച് വെള്ളമൊക്കെ അടിച്ച്, ഇന്നത്തെ കാലത്ത് പറയുന്ന പോലെ MDMA ഒക്കെ അടിച്ച് 2 പഫൊക്കെ വിട്ട് പുകയൊക്കെ വലിച്ചു കഴിഞ്ഞാൽ അവൻ ഇന്ന് ധീരതയുള്ളവനാണ്. പ്രിയമുള്ളവരെ, ഇങ്ങനെയാണോ ധീരത എന്ന് നമ്മുടെ കാലത്തിൽ നിർവചിക്കപ്പെടേണ്ടത്? ധീരത എന്നത് നോ പറയേണ്ട സ്ഥലത്ത് നോ പറയാനുള്ള ഒരു ധൈര്യം നമുക്കുള്ളിടത്താണ് ധീരത ഉണ്ടാവുക. എടാ ഇച്ചിരി കഴിച്ചോ എന്ന് പറയുമ്പോ എനിക്കത് വേണ്ട എന്ന് പറയാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മൾ ധീരരാണ്. നീ എന്തിനാണ് പള്ളിയിൽ പോകുന്നതെന്ന് ചോദിച്ചാൽ അതെന്റെ വിശ്വാസമാണെന്ന് പറയാനും എന്നും പള്ളിയിൽ പോകാനും മറ്റുള്ളവരുടെ മുമ്പിൽ സാക്ഷ്യം വഹിക്കാനും നമുക്ക് സാധിക്കുമ്പോൾ അവിടെയാണ് നമ്മൾ ധീരതയുള്ളവനാകുന്നത്. മറ്റുള്ളവർ കളിയാക്കുമ്പോൾ ഞാൻ ക്രിസ്ത്യാനിയാണ് എന്ന് പറയാൻ മടിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ധീരതയുള്ളവരല്ല. അച്ഛന്മാരെയും സിസ്റ്റേഴ്സിനെയും മറ്റുള്ളവർ കളിയാക്കുമ്പോൾ കൂടെ കളിയാക്കാനായിട്ട് നമ്മൾ നിൽക്കുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ ധീരതയുള്ളവരല്ല. മറിച്ച് നമ്മുടെ വിശ്വാസത്തെ ധൈര്യത്തോടെ ഏറ്റുപറയാൻ നമുക്ക് സാധിച്ചാൽ, പുകവലിക്കാനും മദ്യപിക്കാനും കൂട്ടുകാർ നമ്മളെ പ്രലോഭിപ്പിക്കുമ്പോൾ അവിടെ നോ പറയാനായിട്ട് നമുക്ക് സാധിച്ചാൽ, മറ്റു ദുശീലങ്ങളിലേക്ക് ഏർപ്പെടാനായിട്ട് മറ്റുള്ളവർ നമ്മെ വിളിക്കുമ്പോൾ അവിടെ നോ പറയാനായിട്ട് നമുക്ക് സാധിച്ചാൽ, അതൊക്കെയാണ് ഇന്നത്തെ സമൂഹത്തിൽ ധീരത എന്നറിയപ്പെടേണ്ടത്. അല്ലാതെ 1 പറഞ്ഞ് 2ാമത്തേന് ചൂടാകുന്ന കയ്യുള്ളവന്മാരൊന്നുമല്ല ഇന്നത്തെ സമൂഹത്തിൽ ധീരതയുള്ളവരെന്ന് നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ, നമ്മൾ തന്നെ തിരിച്ചറിയാനൊക്കെ സാധിക്കുന്നിടത്താണ് വിശ്വാസം ജീവിക്കാനായിട്ട് എനിക്ക് നിങ്ങൾക്കും സാധിക്കുക. പ്രിയമുള്ളവരെ, വിശുദ്ധരെ പോലെ ധാർമ്മികതയുള്ള, ധീരതയുള്ള, വിശ്വാസം ഏറ്റുപറയുന്ന വ്യക്തികളായിട്ട് ജീവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. അതിനായിട്ട് നമ്മുടെ മക്കളെ വളർത്താനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ആ കൃപയ്ക്ക് വേണ്ടി വിശുദ്ധരെ നമുക്ക് തുടർന്നും പ്രാർത്ഥിക്കാം. പെരുന്നാളുകൾ ആഘോഷങ്ങൾ മാത്രമായി മാറാതെ നമ്മുടെ വിശ്വാസ ജീവിതത്തെ ബലപ്പെടുത്തുന്ന, നമ്മുടെ അനുദിന ജീവിതങ്ങളെ ശക്തിപ്പെടുത്തുന്ന, വിശ്വാസം പ്രഘോഷിക്കാൻ നമ്മൾക്ക് ധൈര്യം പകരുന്ന ഒരു ശക്തിയായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈശോ നമ്മൾ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.